ഞാൻ കേണൽ രാജീവ് മണാലി പട്ടത്തുള്ള SUT സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. നമ്മൾ ഇന്ന് സംവദിക്കുന്നത് ലോക ആരോഗ്യ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എല്ലാ വർഷവും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആഹ്വാനമനുസരിച്ച് നമ്മൾ ലോക ആരോഗ്യ ദിനം ആചരിക്കുന്നു. ഈ ലോക ആരോഗ്യ ദിനത്തിൽ ഈ അസുഖം ഉണ്ടാകാതിരിക്കാൻ എങ്ങനെ നമുക്ക് ശ്രദ്ധ ചെലുത്താം എന്നുള്ള കാര്യത്തിലാവട്ടെ നമ്മുടെ ഒരു ചിന്തയും സംസാരവും സംവാദവും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള പ്രോവർബ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കൊച്ചുനാളിൽ മുതലേ. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ, അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുമ്പോഴേക്കും നമ്മളത് മറന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രോഗം ഉണ്ടായതിന് ശേഷം അത് ചികിത്സിക്കുന്നതിലാണ് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതേസമയം യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ രോഗം പ്രതിരോധിക്കാം എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകുന്നു. ഈ ഒരവസ്ഥയ്ക്കാണ് നമുക്കൊരു അവസാനം വരുത്തേണ്ടത്. ഇപ്പോൾ ചെറുപ്രായത്തിൽ പണ്ട് വലിയ അസുഖങ്ങളൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ ചെറുപ്രായത്തിലും അസുഖങ്ങൾ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിന് ഒരു പ്രാഥമിക കാരണം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നു. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ മാറ്റം, ആ മാറ്റം മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ മാറ്റത്തിനെ മുറുകെ പിടിക്കുന്നൊരു കാഴ്ച, അതൊരു വിരോധാഭാസമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു അസുഖം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാം, എല്ലാ അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ പറ്റിയ മാർഗങ്ങൾ ഉണ്ട്. ഒന്ന്, ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലിയെ ഒന്ന് പുനഃക്രമീകരിക്കുകയാണ്. ദിവസം എക്സസൈസ്, ഏത് വിധത്തിലുള്ള എക്സസൈസ്, ഓട്ടമാകട്ടെ, ചാട്ടമാകട്ടെ, സ്വിമ്മിങ് ആകട്ടെ, യോഗ, പ്രാണായാമം, എന്തും ആയിക്കോട്ടെ, ഒരു എക്സസൈസ് അരമണിക്കൂറെങ്കിലും നിത്യവും ചെയ്യണം എന്നൊരു നിഷ്കർഷ നമുക്ക് വീടുകളിലും അതുപോലെ സ്കൂളുകളിലും കലാലയങ്ങളിലുമൊക്കെ ആവശ്യമാണ്. കൂടാതെ പ്രവൃത്തി സ്ഥലങ്ങളിലും, ഇപ്പോൾ പല പ്രവൃത്തി സ്ഥലങ്ങളിലും ജിംനേഷ്യം മുതലായ സംഗതികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വിരളമായിട്ടേ നമ്മൾ കാണാറുള്ളൂ. ആ ഒരു സ്ഥിതിവിശേഷം മാറ്റി സ്കൂൾ, കലാലയ ചുറ്റുപാടിൽ എക്സസൈസ് വേണമെന്നുള്ളതും അതുപോലെ തന്നെ പ്രവൃത്തി സ്ഥലങ്ങളിലും എക്സസൈസ് വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ഇത് ഒന്ന് ഒരു ഫോമൽ ഇതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം നമുക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഡിസീസ് ബേർഡൻ നമുക്ക് വളരെയധികം കുറച്ച് നമ്മൾ ഒരു നല്ല ആരോഗ്യമുള്ള സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഈ ഒരു കാര്യത്തിലായിരിക്കട്ടെ ഈ ലോക ആരോഗ്യ ദിനത്തിൽ നമ്മുടെ ചിന്തയും നമ്മുടെ അതിൽ നിന്നുളവാകുന്ന പ്രവൃത്തിയും. അതുപോലെ തന്നെ ഈ പ്രിവെൻറ്റീവ് ചെക്കപ്സ്, ഇത് മിക്കവാറും എല്ലാ ആശുപത്രികളിലും പ്രിവെൻറ്റീവ് ചെക്കപ്പ് നടക്കുന്നുണ്ട്. എത്ര പേർ ഇതിൻ്റെ ഫലം കാക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ നിഷ്പ്രയാസം ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് കുറച്ച് മെനക്കെടാമെങ്കിൽ ഏത് ആശുപത്രിയിലും പോയി ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. 6 മാസത്തിലൊരിക്കലാണെങ്കിൽ കൂടുതൽ നന്നാക്കാം അത്. പക്ഷേ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് ഒരു റിച്വലായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ ഏർലി അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ സാധ്യമാകുകയും അതുവഴി അത് ദൂരീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ മാത്രം പ്രാഥമികമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മുടെ ജീവിതശൈലി മാറ്റാൻ ഉള്ള ശ്രമം. രണ്ടാമത്തത്, അത് എക്സസൈസും ഒരു നിർബന്ധമാക്കുന്നൊരു കാഴ്ചപ്പാട്. മൂന്നാമത്തത്, നമ്മുടെ പ്രിവെൻറ്റീവ് കെയറിന് കൂടുതൽ
ഊന്നൽ നൽകുക. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെന്നും അത് വിജയിക്കുമെന്നും അതിലൂടെ ഒരു ആരോഗ്യമുള്ള സമൂഹത്തിനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഈ ലോക ആരോഗ്യ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്ദി, നമസ്കാരം.